ധനകാര്യ കമ്മീഷന്റെ നടപടിക്രമങ്ങളിൽ മോദി ഇടപെട്ടത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് എ റഹീം MP. റിപ്പോർട്ടേഴ്സ് കളക്ടീവ് പുറത്തുവിട്ട വിവരം ഗൗരവകരമാണെന്നും സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം കുറയ്ക്കാൻ പ്രധാനമന്ത്രി സമ്മർദ്ദം ചെലുത്തിയെന്നത് സ്ഥിരീകരിച്ച വിവരമാണെന്നും കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ എ റഹീം MP പറഞ്ഞു. ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു. വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. പ്രധാനമന്ത്രി ചെയർമാനോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ തിട്ടൂരം ധനകാര്യ കമ്മീഷൻ നടപ്പിലാക്കും എന്നെന്ന് കരുതി ആ ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റ് അവർ തയ്യാറാക്കി. പക്ഷേ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകാനൊന്നും ധനകാര്യ കമ്മീഷൻ തയ്യാറായില്ല. ധനകാര്യ കമ്മീഷൻ അവർ നിശ്ചയിച്ചത് പ്രകാരം തന്നെ 42% സമർപ്പിച്ചു. അതിൻ്റെ ഭാഗമായി 2 ദിവസം കൊണ്ട് ഈ യൂണിയൻ ബഡ്ജറ്റ് പുതുതായി അഴിച്ചു പണിയേണ്ടി വന്നു. മോദി പറഞ്ഞപ്പോൾ അതുപ്രകാരം തന്നെ 33-ൽ നിൽക്കും എന്ന് കരുതി, ആ 33% ആയിരിക്കും എന്ന് കരുതി അതനുസരിച്ചിട്ടായിരുന്നു ബഡ്ജറ്റ് പ്രപ്പോസലാകെ തയ്യാറാക്കിയത്. പക്ഷേ ധനകാര്യ കമ്മീഷൻ അതിൽ നിന്ന് പുറകോട്ട് പോയില്ല. ധനകാര്യ കമ്മീഷൻ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അതിൻ്റെ ഫലമായി അവസാനത്തെ 48 മണിക്കൂറിനിടയിൽ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് ഒന്നാകെ അഴിച്ചു പണിതു എന്നുള്ളതായിരുന്നു അന്നത്തെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ ശരി തന്നെയാണെന്നാണ് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് ഇപ്പോൾ നടത്തിയ അന്വേഷണാത്മക പ്രവർത്തനത്തിലൂടെ അവരിപ്പോൾ പുറത്തുകൊണ്ട് വന്നിരിക്കുന്നത്. 2010-2011 സാമ്പത്തിക വർഷം രാജ്യത്തെ സെസ് സർചാർജ് അതിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ വരുമാനം എന്നത് 5.7% 2022-2023 എത്തുമ്പോൾ അത് 17% മുകളിലാണ്. ഇപ്പോൾ നികുതി വർദ്ധിപ്പിക്കില്ല, പകരം നികുതി വർദ്ധിപ്പിച്ചാൽ സ്റ്റേറ്റിന് കൊടുക്കണം. ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ അംഗീകരിച്ചാണ് 42% കൊടുക്കണം. അതുകൊണ്ട് നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വർദ്ധിപ്പിക്കുന്നതിന് പകരം സർചാർജും സെസ്സും വർദ്ധിപ്പിക്കും. ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്, ജനങ്ങളുടെ ജീവിത ചെലവ് ഉയർത്തുകയാണ്. ആ പണം മുഴുവൻ കേന്ദ്രം സമാഹരിക്കുകയാണ്, സ്റ്റേറ്റിന് ലഭിക്കുന്നില്ല. ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്ക്, ഫിസ്ക്കൽ ഫെഡറലിസത്തെ തകർക്കുന്നതാണ്. സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയാകെ അട്ടിമറിക്കുന്നതാണ്. ഇന്ത്യൻ യൂണിയൻ എന്ന ആശയത്തിന് തന്നെ കടക്കൽ കത്തിവെക്കലാണ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്യുന്നത്. വരുമാനം കേന്ദ്ര സർക്കാരിൽ കുന്നുകൂടുകയാണ്, എന്നാൽ സ്റ്റേറ്റുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ സംസ്ഥാനങ്ങൾ തനതായി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളും സംസ്ഥാനങ്ങൾ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും വെൽഫെയർ ആക്ടിവിറ്റീസും നിലച്ചു പോകും.